വയനാട് മക്കിമലയിൽ കണ്ടെത്തിയ കുഴിബോംബ് നിർവീര്യമാക്കി. കൂടുതൽ കുഴിബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ബോംബ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തുന്നു. വനമേഖലയിൽ അസാധാരണ വസ്തുക്കൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടുവെന്ന് ദൃക്സാക്ഷിയായ വനംവകുപ്പ് വാച്ചർ ബാലചന്ദ്രൻ പറഞ്ഞു. 30 മീറ്ററോളം നീളമുള്ള വയറാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്നും ബാലചന്ദ്രൻ പറഞ്ഞു. വയർ മണ്ണിൻ്റെ അടിയിൽ കൂടെ ഒരു 30 മീറ്ററോളം ഉള്ളോട്ട് വയറിങ്ങനെ പോയിന്. ഒരു പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വെച്ച പോലെ അതിൻ്റെ എൻഡ് അതിലേക്ക് ഇട്ട് വെച്ചിന്. മണ്ണ് വെറുതെ ഇങ്ങനെ തോണ്ടി നോക്കുമ്പോൾ അവിടെ ഒരു കുഴിയും അതിൻ്റെ മുകളിലൊരു കവറ് പൊതിഞ്ഞിട്ട് കാണുന്നുണ്ട്. വെടിമരുന്നിൻ്റെയും മറ്റേ ആണിയും അത് കുറേ സാധനങ്ങളുണ്ട്. ഒരു 4-5 പാക്കറ്റ് പോലത്തെ ഒരു സംഭവം അവിടെ ഇങ്ങനെ ഒരു സൈഡിൽ വലിച്ചെറിഞ്ഞ പോലെ പൊട്ടിയ രീതിയിലുള്ള ഒരു സംഭവം അവിടെയും കാണുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നു. ഞാൻ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് കൊടക്കാട് മക്കിമല പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി വനം വകുപ്പ് വാച്ചർമാർ വനത്തിനകത്തേക്ക് നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബോംബ് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഒരു ചാക്കിൽ കുഴിച്ചിട്ട നിലയിൽ ഒരു വയർ ഉൾപ്പെടെ ഘടിപ്പിച്ച ഒരു സംവിധാനമായിരുന്നു. ഏതാണ്ട് 30 മീറ്ററോളം നീളം ഈ വയറിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസിനെയും ഒപ്പം തന്നെ തണ്ടർബോൾട്ടിനെയും ഉൾപ്പെടെ വിവരം അറിയിച്ചു. ആ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇവിടേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ബോംബാണെന്നും IED ആണെന്നും വ്യക്തമായത്. മാത്രമല്ല അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്ത്. അതായത് ഈ വഴി എന്ന് പറയുന്നത് സ്ഥിരമായി SOGക്കാർ റോന്തു ചുറ്റുന്ന സ്ഥലമാണ്. അതായത് ഭീകരവിരുദ്ധ സേന ഉൾപ്പെടെ പരിശോധന നടത്തുന്ന ഒരു പ്രദേശമാണ്. തണ്ടർബോൾട്ടിൻ്റെ സജീവ സാന്നിധ്യമുള്ള മേഖലയാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ ബോംബിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അവർ ഒരുപക്ഷെ മാവോയിസ്റ്റുകളാണ് ഇത് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. അവരുടെ സ്ഥിരം മേഖലയാണ് ഇത്. അതായത് നിരന്തരം വന്നു പോകുന്ന മേഖലയാണ്. ഈ തലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഒരു വർഷത്തിനുള്ളിൽ 3 തവണയാണ് മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് ഏറ്റുമുട്ടൽ നേരിട്ട് നടന്നിട്ടുള്ളത്. ആറളത്തേക്കും അതോടൊപ്പം തന്നെ കർണാടകയിലേക്കും പോകാവുന്ന എളുപ്പ വഴിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് മാവോയിസ്റ്റുകൾ ഈ മേഖല താവളമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പല വീടുകളിലും മാവോയിസ്റ്റുകൾ എത്തുന്ന പതിവുമുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ തന്നെ പോലീസിനും ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ വിവരമുണ്ട്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് സംഘം വരികയും ഇത് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത്. ഇന്നലെ കൃത്യമായ പരിശോധനയിൽ ഇത് ബോംബ് തന്നെയാണ്, അതായത് IED ബോംബ് തന്നെയാണ്, ഉഗ്രപ്രഹരശേഷിയുള്ള ബോംബ് തന്നെയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ SOG സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല തണ്ടർബോൾട്ടിൻ്റെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഈ മേഖല. നമുക്ക് ആയുധധാരികളായ പോലീസ് സംഘത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അവർ ഇവിടെ ഒരാളെയും വനത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. സൂക്ഷ്മമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ കവിത കൊല്ലപ്പെട്ടതിന് ശേഷം, അതായത് ആറളത്തെ ഏറ്റുമുട്ടലിൽ കവിത കൊല്ലപ്പെട്ടതിന് ശേഷം തിരുനെല്ലി മേഖലയിൽ വ്യാപകമായ രീതിയിൽ തന്നെ മാവോയിസ്റ്റുകൾ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. മാത്രമല്ല നേരത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ തലേ ദിവസം മാവോയിസ്റ്റുകൾ ഈ കമ്പമല മേഖലയിലെത്തിയിരുന്നു. കമ്പമല മേഖലയിലെത്തിയ ശേഷം അവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് അവിടെ കനത്ത രീതിയിലുള്ള പോളിംഗ് ആണ് സംഭവിച്ചത്. അത് ഒരാഴ്ച മുമ്പ് കണ്ടതാണ്. പുല്ലരിയാൻ പോയവർ ഇത് അസാധാരണമായ ചില വസ്തുക്കൾ കണ്ടു. പക്ഷേ അത് തുരുമ്പെടുത്ത നിലയിലാണ്. അതുകൊണ്ട് അത് കണ്ടു തിരിച്ചു പോകുന്നു. പക്ഷേ ഇത് ബോംബ് എന്ന് ഇന്നലെ വ്യക്തമായതോടുകൂടി, വാർത്തകൾ വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുള്ള പ്രതികരണം. എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ്. തണ്ടർബോൾട്ടിൻ്റെ വലയത്തിലാണ് ഈ പ്രദേശം. പ്രകാശൻ പള്ളത്തിനൊപ്പം മക്കിമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24.